ഹലോ സ്റ്റുഡൻസ്, റെഫ്രിജറേഷനും എയർ കണ്ടീഷനിങ്ങും എന്ന ഈ മോഡ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ പലതരത്തിലുള്ള എയർ കൂളർ കണ്ടൻസർ, മൈക്രോ ചാനൽ കണ്ടൻസറുകൾ എന്നിവയുടെ ക്ലീനിങ്, ഫ്ലഷിംഗ് സർവീസ് കൂടാതെ ലീക്ക് ടെസ്റ്റ് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. എയർ കൂൾഡ് കണ്ടൻസറിന്റെയും മൈക്രോ ചാനൽ കണ്ടൻസറിന്റെയും ഫിന്നിൽ നിന്നും ഡസ്റ്റ് നീക്കുന്നതും നോക്കാം. ഒബ്ജക്റ്റീവ്സ്: ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾ ഇവയ്ക്ക് പ്രാപ്തരാകും. വയർ മെഷ് ടൈപ്പ് കണ്ടൻസറിന്റെ സർവീസും ക്ലീനിങ്ങും ചെയ്യാൻ, പ്ലേറ്റ് ടൈപ്പ് എയർ കൂൾഡ് കണ്ടൻസറിന്റെ സർവീസും ക്ലീനിങ്ങും ചെയ്യാൻ, ഫിന്നുകൾ സ്ട്രെയിറ്റ് ചെയ്യാൻ, എയർ കൂൾഡ് കണ്ടൻസർ ഫ്ലഷ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും, കണ്ടൻസറിൽ ലീക്ക് ടെസ്റ്റ് നടത്താൻ. ഇനി നമുക്ക് പലതരത്തിലുള്ള എയർ കൂൾഡ് കണ്ടൻസറുകൾ, മൈക്രോ ചാനൽ കണ്ടൻസറുകൾ എന്നിവയുടെ ക്ലീനിംഗ്, ഫ്ലഷിംഗ്, സർവീസിംഗ് കൂടാതെ ലീക്ക് ടെസ്റ്റ് എന്നിവ ചെയ്യാനുള്ള ടൂളുകൾ, എക്യുപ്മെന്റുകൾ കൂടാതെ കൺസ്യൂമബിളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എയർ കൂൾഡ് കണ്ടൻസറിന്റെയും മൈക്രോ ചാനൽ കണ്ടൻസറിന്റെയും ഫിന്നിൽ നിന്നും ഡസ്റ്റ് നീക്കുന്നതിനും വേണ്ടവ നോക്കും. ടൂളുകൾ, എക്യുപ്മെന്റുകൾ, കൺസ്യൂമബിളുകൾ: സ്ക്രൂ ഡ്രൈവർ 6 മില്ലിമീറ്റർ ടിപ്പ്, 100 മില്ലിമീറ്റർ ലെങ്ത്. സ്ക്രൂ ഡ്രൈവർ 6 മില്ലിമീറ്റർ ടിപ്പ്, 150 മില്ലിമീറ്റർ ലെങ്ത്. അഡ്ജസ്റ്റബിൾ റെഞ്ച് 150 മില്ലിമീറ്റർ ലെങ്ത്. നൈട്രജൻ സിലിണ്ടർ വിത്ത് ഡബിൾ സ്റ്റേജ് പ്രഷർ റെഗുലേറ്റർ. ട്യൂബ് കട്ടർ. ഫ്ലയറിംഗ് ടൂൾ. കോമ്പൗണ്ട് ഗേജ്. ഡൊമസ്റ്റിക് ഫ്രിഡ്ജ് with wire mesh type condenser. Domestic fridge with plate type condenser, back cleaned. Fins type air cooled condenser. Window AC. Air blower. Water tank required size. Vacuum pump 2 stage. Oxyacetylene with brazing torch. Goggles. Spark lighter. Fin comb required size. Flexible charging hose. Bracing copper rod and flux. Painting brush. Enamel paint black 50 mm. Liquid soap solution 50 mm. Bucket with clean water. Wooden supporting block. 6 mm dummy nut. 6 മില്ലിമീറ്റർ കോപ്പർ ട്യൂബ് 300 മില്ലിമീറ്റർ. ക്ലീൻ ക്ലോത്ത് ആസ് റിക്വയർഡ്. റിലീഫ് വാൽവ് 300 PSIG. ഇനി നമുക്ക് പലതരത്തിലുള്ള എയർ കൂൾഡ് കണ്ടൻസറുകൾ, മൈക്രോ ചാനൽ കണ്ടൻസറുകൾ എന്നിവയുടെ ക്ലീനിംഗ്, ഫ്ലഷിംഗ്, സർവീസിംഗ് കൂടാതെ ലീക്ക് ടെസ്റ്റ് എന്നിവ ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നോക്കാം. എയർ കൂൾഡ് കണ്ടൻസറിന്റെയും മൈക്രോ ചാനൽ കണ്ടൻസറിന്റെയും ഫിന്നുകളിൽ നിന്നും ഡസ്റ്റ് നീക്കുന്നതും നോക്കാം. ടാസ്ക് 1. വയർ മെഷ് ടൈപ്പ് കണ്ടൻസർ സർവീസും ക്ലീനും ചെയ്യുക. ഷാർപ്പ് എഡ്ജുകളിൽ നിന്നും ക്ലീനിംഗ് ഏജന്റുകളിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കാൻ ശരിയായ വസ്ത്രം ധരിക്കുക. ലോങ് സ്ലീവുകൾ, പാന്റുകൾ എന്നിവ പോലുള്ളവ ഉൾപ്പെടുത്തുക. കണ്ണുകൾ ഡെബ്രിസ്, ഡേർട്ട് അല്ലെങ്കിൽ ക്ലീനിംഗ് സൊല്യൂഷനുകൾ എന്നിവയിൽ നിന്നും സംരക്ഷിക്കാൻ സേഫ്റ്റി ഗോഗിളുകൾ അല്ലെങ്കിൽ ഗ്ലാസുകൾ ധരിക്കുക. സ്ട്രോങ് ക്ലീനിംഗ് കെമിക്കലുകൾ അല്ലെങ്കിൽ ഡസ്റ്റി എൻവിറോൺമെന്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അപകടകരമായ പാർട്ടിക്കിളുകൾ ശ്വസിക്കുന്നത് തടയാൻ ഒരു മാസ്ക് അല്ലെങ്കിൽ റെസ്പിറേറ്റർ ഉപയോഗിക്കാൻ തീരുമാനിക്കുക. ഇലക്ട്രിക് ഷോക്ക് തടയാൻ യൂണിറ്റ് പവർ സോഴ്സിൽ നിന്നും ഓഫ് ചെയ്തിട്ടുണ്ടെന്നും കൂടാതെ അൺപ്ലഗ് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. പൊള്ളലുകൾ ഒഴിവാക്കുന്നതിന് ക്ലീനിംഗ് പ്രോസസ് തുടങ്ങുന്നതിന് മുൻപ് യൂണിറ്റ് തണുക്കാൻ അനുവദിക്കുക. റെഫ്രിജറേറ്റർ പതുക്കെ തള്ളുക, എന്നിട്ട് പുറകുവശം സ്റ്റാൻഡ് ഉൾപ്പെടെ നിങ്ങളുടെ നേരെ വെക്കുക. തുണിയെടുത്ത് കണ്ടൻസറിന്റെ ഫിന്നുകൾ തുടയ്ക്കുക. ഫിന്നുകളുടെ ഓരോ ഫിന്നും നന്നായി ബ്രഷ് ചെയ്യുക. ചിത്രം ശ്രദ്ധിക്കുക. വീണ്ടും ഒരു നല്ല തുണി ഉപയോഗിച്ച് ഫ്രിഡ്ജിന്റെ ബോഡിയുടെ പുറകുവശവും കണ്ടൻസറിന്റെ ഫിന്നുകളും തുടയ്ക്കുക. കംപ്രസർ കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തുണി എത്തിക്കാവുന്ന ഇടം വരെ തുടയ്ക്കുക.
ഫ്രിഡ്ജിന്റെ ബാക്ക് സൈഡ് ഭിത്തിക്ക് അഭിമുഖമായി തിരിക്കുക. എന്നിട്ട് മുഴുവൻ ബോഡിയും ഒരു നല്ല തുണി ഉപയോഗിച്ച് തുടയ്ക്കുക. വളവുള്ള വയറുകൾ സ്ട്രെയിറ്റൻ ചെയ്യുക. ഡ്രൈ നൈട്രജൻ ഉപയോഗിച്ച് കണ്ടൻസർ ഫ്ലഷും ക്ലീനും ചെയ്യുക. കണ്ടൻസർ റീബ്രേസ് ചെയ്യുക. എന്നിട്ട് ലീക്കേജ് കണ്ടെത്താൻ പ്രഷർ ടെസ്റ്റ് നടത്തുക. ടാസ്ക് 2. പ്ലേറ്റ് ടൈപ്പ് കണ്ടൻസർ സർവീസും ക്ലീനും ചെയ്യുക. ഷാർപ്പ് എഡ്ജുകളിൽ നിന്നും ക്ലീനിംഗ് ഏജന്റുകളിൽ നിന്നും സംരക്ഷിക്കാൻ ശരിയായ വസ്ത്രം ധരിക്കുക. ലോങ് സ്ലീവുകൾ, പാന്റുകൾ കൂടാതെ ഗ്ലൗസുകൾ എന്നിവ ഉൾപ്പെടുത്തുക. കണ്ണുകൾ ഡെബ്രിസ്, ഡേർട്ട് അല്ലെങ്കിൽ ക്ലീനിംഗ് സൊല്യൂഷൻ എന്നിവയിൽ നിന്നും സംരക്ഷിക്കാൻ സേഫ്റ്റി ഗോഗിളുകൾ അല്ലെങ്കിൽ ഗ്ലാസുകൾ ധരിക്കുക. സ്ട്രോങ് ക്ലീനിംഗ് കെമിക്കലുകൾ അല്ലെങ്കിൽ ഒരു ഡസ്റ്റി എൻവിറോൺമെന്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അപകടകരമായ പാർട്ടിക്കിളുകൾ ശ്വസിക്കുന്നത് തടയാൻ ഒരു മാസ്കോ റെസ്പിറേറ്ററോ ഉപയോഗിക്കുക. ഇലക്ട്രിക് ഷോക്ക് തടയാൻ യൂണിറ്റ് പവർ സോഴ്സിൽ നിന്നും ഓഫ് ചെയ്തുവെന്നും കൂടാതെ അൺപ്ലഗ് ആണെന്നും ഉറപ്പാക്കുക. പൊള്ളലുകൾ ഒഴിവാക്കുന്നതിന് ക്ലീനിംഗ് പ്രോസസ് തുടങ്ങുന്നതിന് മുൻപ് യൂണിറ്റ് തണുക്കാൻ അനുവദിക്കുക. റെഫ്രിജറേറ്റർ നിങ്ങളുടെ നേരെ തള്ളിവെക്കുക. എന്നിട്ട് ഭിത്തിക്കും ഫ്രിഡ്ജിനും ഇടയിൽ 50 സെന്റിമീറ്റർ ഗ്യാപ്പ് ഉണ്ടാക്കുക. ക്ലീനിംഗ് പ്രോസസ് തുടങ്ങുന്നതിന് മുൻപ് പ്ലേറ്റ് ടൈപ്പ് കണ്ടൻസറിൽ എന്തെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ ലീക്കുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. പ്ലേറ്റ് ടൈപ്പ് കണ്ടൻസറിന്റെ 4 കോർണർ സ്ക്രൂകളും നീക്കം ചെയ്യുക. എന്നിട്ട് സൂക്ഷിച്ച് ഗ്യാസ് ട്യൂബ് സ്ട്രെച്ച് ചെയ്യാതെ പ്ലേറ്റ് ഭിത്തിയിൽ ചാരി വെക്കുക. ഒരു വുഡൻ ബ്ലോക്ക് പ്ലേറ്റിന്റെ അടിയിൽ സപ്പോർട്ടിന് വെക്കുക. സോപ്പ് സൊല്യൂഷൻ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് അതൊരു വീക്ക് സൊല്യൂഷൻ ആക്കുക. തുണി സോപ്പ് വെള്ളത്തിൽ മുക്കി വെക്കുക. എന്നിട്ട് പിഴിഞ്ഞതിനു ശേഷം കോയിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന കണ്ടൻസറിന്റെ അകത്തെ വശം തുടയ്ക്കുക. അതിനുശേഷം ഫ്രിഡ്ജിന്റെ പുറകുവശം തുടയ്ക്കുക. അത് ഉണങ്ങിയ തുണി കൊണ്ട് തുടയ്ക്കുക. എന്നിട്ട് കോർണർ സ്ക്രൂ ഫിക്സ് ചെയ്യുകയും കൂടാതെ കണ്ടൻസർ ടൈറ്റ് ചെയ്യുകയും ചെയ്യുക. വീണ്ടും നനഞ്ഞ തുണി കൊണ്ട് പ്ലേറ്റിന്റെ പുറത്തെ വശം നന്നായി തുടയ്ക്കുകയും ക്ലീൻ ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് ഉണക്കുക. കംപ്രസർ ബോഡി നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഇടം വരെ തുടയ്ക്കുക. ടെർമിനലുകൾ തൊടരുത്. ബ്ലാക്ക് പെയിന്റ് ഉപയോഗിച്ച് പ്ലേറ്റ് ടച്ചപ്പ് ചെയ്യുക. എന്നിട്ട് ഉണങ്ങാൻ അനുവദിക്കുക. ലീക്കായതോ അല്ലെങ്കിൽ ചോക്ഡ് ആയതോ ആയ കണ്ടൻസർ ഒരു വയർ മെഷ് കണ്ടൻസർ ഉപയോഗിച്ച് മാറ്റിവെക്കണം. എന്നിട്ട് അത് പുറകിൽ ഫിറ്റ് ചെയ്യണം. ടാസ്ക് 3. ഫിൻ കൂടാതെ ട്യൂബ് കണ്ടൻസർ സർവീസ് ചെയ്യുക. ഇവോപ്പറേറ്റർ, ഗ്രിൽ കൂടാതെ റൂം ടെമ്പറേച്ചർ എന്നിവ പരിശോധിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്യുക. യൂണിറ്റ് നിർത്തിയിട്ട് സോക്കറ്റിൽ നിന്നും പ്ലഗ് റിമൂവ് ചെയ്യുക. ഔട്ടർ ഷെല്ലിൽ നിന്നും യൂണിറ്റ് ഊരിയെടുത്ത് വർക്ക് ബെഞ്ചിൽ വെക്കുക. യൂണിറ്റിന്റെ പുറം മുഴുവനും ഒരു തുണിയെടുത്ത് തുടയ്ക്കുക. കണ്ടൻസറിന്റെ മുകളിലുള്ള കവറിംഗ് പ്ലേറ്റ് സ്ക്രൂകൾ റിമൂവ് ചെയ്തുകൊണ്ട് സ്ട്രിപ്പ് ഓഫ് ചെയ്യുക. ഫാൻ മോട്ടോർ ഷാഫ്റ്റിലുള്ള ആലൻ സ്ക്രൂ ലൂസ് ആക്കുക. എന്നിട്ട് ഫാൻ ബ്ലേഡ് റിലീസ് ചെയ്യുക. ഒരു മൗത്ത് മാസ്ക്, ക്ലോത്ത്, ഗോഗിൾസ് എന്നിവ ധരിക്കുക. എയർ ബ്ലോവറിന്റെ പ്ലഗ് സോക്കറ്റിൽ കണക്ട് ചെയ്ത് അത് സ്റ്റാർട്ട് ചെയ്യുക. സൂക്ഷിച്ചെടുത്ത ശേഷം അത് കണ്ടൻസർ ഫിന്നിലേക്ക് ഫേസ് ചെയ്യുന്ന വിധം വയ്ക്കുക. ഫിന്നുകളിൽ നിന്ന് മുഴുവൻ പൊടിയും പോകുന്നതുവരെ ഇടത്തുനിന്നും വലത്തോട്ടും മുകളിൽ നിന്ന് താഴോട്ടും നീക്കുക. കണ്ടൻസറിന്റെ മറുവശത്തേക്ക് ബ്ലോവറിന്റെ പൊസിഷൻ മാറ്റുക. കണ്ടൻസർ ഫിന്നുകളിലൂടെയുള്ള എക്സോസ്റ്റ് എയർ ഡസ്റ്റ് ഫ്രീ ആകുന്നതുവരെ തുടയ്ക്കുക. എയർ ബ്ലോവർ ഓഫ് ചെയ്ത് പ്ലഗ് ഊരി മാറ്റി വെക്കുക. ഏതെങ്കിലും ഫോറിൻ മെറ്റീരിയൽ സ്റ്റക്കായോ എന്നറിയാൻ ഫിന്നുകൾ ഇടയ്ക്കിടെ പരിശോധിക്കുക. ടെൻഷൻ വയർ അല്ലെങ്കിൽ ഹാക്സോ ബ്ലേഡിന്റെ സഹായത്താൽ അത് നീക്കം ചെയ്യാൻ ശ്രമിക്കുക. ബേസിന്റെയും കണ്ടൻസർ ഫിന്നുകളുടെ ഔട്ടറിനിടയിലുള്ളതും കംപ്രസർ, ഫാൻ മോട്ടോർ, ഇവോപ്പറേറ്ററിന്റെ മുകൾ ഭാഗം എന്നിവിടങ്ങളിലുമുള്ള പൊടി ഒരു ക്ലീൻ ക്ലോത്ത് കൊണ്ട് തുടയ്ക്കുക. കണ്ടൻസർ ഇന്റേണലുകൾ ഫ്ലഷും ക്ലീനും ചെയ്യുക. കണ്ടൻസർ റീബ്രേസ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്നറിയാൻ പ്രഷർ ടെസ്റ്റ് ചെയ്യുക. ടാസ്ക് 4. കോംബിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ബെൻഡായ ഫിന്നുകൾ നേരെയാക്കുക. ഫിൻ കോം എടുത്ത് കണ്ടൻസർ ഫിന്നിന്റെ ഇടതുവശത്ത് വയ്ക്കുക.
മുകളിൽ നിന്നും താഴേക്ക് ഒരേപോലെ കോം ചലിപ്പിച്ച് ഫിന്നുകളിലെ ബെൻഡ് നേരെയാകുന്നുണ്ടോ എന്ന് നോക്കുക. ബാക്കിയുള്ള ഫിന്നുകളിലേക്കും കോംബ് മാറി മാറി വെച്ച് എല്ലാ ഫിന്നുകളും കവറാകുന്നതുവരെ ഈ പ്രോസസ് തുടരുക. കോംബ് ഫിന്നിന്റെ ഇടയിൽ സ്റ്റക്ക് ആകുന്നുണ്ടെങ്കിൽ അത് ഫിന്നുകൾ തമ്മിൽ ജാം ആകുന്നതുകൊണ്ടാണ്. ഇനി നമുക്ക് പലതരത്തിലുള്ള എയർ കൂൾഡ് കണ്ടൻസറുകൾ, മൈക്രോ ചാനൽ കണ്ടൻസറുകൾ എന്നിവയുടെ ക്ലീനിംഗ്, ഫ്ലഷിംഗ്, സർവീസിംഗ് കൂടാതെ ലീക്ക് ടെസ്റ്റിംഗ് ചെയ്യുന്നതിനുള്ള പ്രോസസ് നോക്കാം. എയർ കൂൾഡ് കണ്ടൻസറിന്റെയും മൈക്രോ ചാനൽ കണ്ടൻസറുകളുടെയും ഫിന്നുകളിൽ നിന്നും ഡസ്റ്റ് നീക്കം ചെയ്യുന്നതും നോക്കാം. ടാസ്ക് 5. എയർ കൂൾഡ് കണ്ടൻസർ ഫ്ലഷും ക്ലീനും ചെയ്യുക. യൂണിറ്റ് സെറ്റ് ചെയ്ത് സോക്കറ്റിൽ നിന്നും പ്ലഗ് റിമൂവ് ചെയ്യുക. യൂണിറ്റ് വർക്ക് ബെഞ്ചിൽ വയ്ക്കുക. ഒരു തുണിയെടുത്ത് മുഴുവൻ യൂണിറ്റിന്റെയും പുറം ഭാഗം തുടയ്ക്കുക. സിസ്റ്റത്തിൽ നിന്നും റെഫ്രിജറന്റ് റിക്കവർ ചെയ്യുക. ഒരു ട്യൂബ് കട്ടർ ഉപയോഗിച്ച് ഡിസ്ചാർജ് ലൈനിൽ നിന്നും കണ്ടൻസർ കട്ട് ചെയ്യുക. ഒരു ട്യൂബ് കട്ടർ ഉപയോഗിച്ച് കണ്ടൻസർ ലൈനിന്റെ മറ്റേ അറ്റം കട്ട് ചെയ്യുക. സിസ്റ്റത്തിൽ നിന്നും കണ്ടൻസർ സെപ്പറേറ്റ് ചെയ്യുക. ഒരറ്റത്ത് ഹാൻഡ് ഷട്ട് ഓഫ് വാൽവ് ഫിക്സ് ചെയ്യുക. ഇനി ഒരു ഫ്ലെക്സിബിൾ ഹോസ് ഉപയോഗിച്ച് ഹാൻഡ് ഷട്ട് ഓഫ് കണക്ട് ചെയ്യുക. ഒരറ്റം നൈട്രജൻ സിലിണ്ടർ ഉപയോഗിച്ച് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഒരു 2 സ്റ്റേജ് റെഗുലേറ്റർ ഉപയോഗിച്ച് ഓക്സിജൻ ഫ്രീ ഡ്രൈ നൈട്രജൻ OFDN 300 PSI വരെ നിറയ്ക്കുക. ഇനി സിലിണ്ടർ വാൽവ് ഓപ്പൺ ചെയ്യുക. കണ്ടൻസർ ട്യൂബിന്റെ ഒരറ്റം ഫ്രീ ആണ്. നൈട്രജൻ എയർ ഫ്ലഷ് ഔട്ട് ചെയ്തു. ഇന്നർ ട്യൂബിലെ എല്ലാ കണ്ടാമിനേഷനും ഫ്ലഷും ക്ലീൻ ചെയ്യുക. കണ്ടൻസറിന്റെ ഇരുവശവും ഡമ്മി നട്ട് അല്ലെങ്കിൽ ക്യാപ്പ് വെച്ച് അടയ്ക്കുക. ടാസ്ക് 6. ലീക്കിനായുള്ള പ്രഷർ ടെസ്റ്റ്, വാട്ടർ ഇമ്മേർഷൻ മെത്തേഡ്. കണ്ടൻസറിന്റെ ഇരുവശത്തുമുള്ള ക്യാപ്പ് മാറ്റുക. ഒരു ഡമ്മി നട്ട് ഉപയോഗിച്ച് കണ്ടൻസറിന്റെ ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്യുക. ഒരു നൈട്രജൻ സിലിണ്ടർ ഉപയോഗിച്ച് ഫിറ്റ് ചെയ്യുക. ഒരു 2 സ്റ്റേജ് റെഗുലേറ്റർ ഉപയോഗിച്ച് ഓക്സിജൻ ഫ്രീ ഡ്രൈ നൈട്രജൻ OFDN 300 PSI വരെ നിറയ്ക്കുക. ഒരു 2 സ്റ്റേജ് റെഗുലേറ്റർ തന്നെ ഉപയോഗിക്കണം. ഒരു അപകടം ഉണ്ടാവുകയോ നൈട്രജൻ പ്രഷർ 3500 മുതൽ 4000 PSI വരെ ആകുകയോ ചെയ്യരുത്. കണ്ടൻസറിന്റെ ടോളറേറ്റിംഗ് പവറിന് മുകളിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നൈട്രജൻ അകത്ത് കടക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ഇപ്പോൾ കണ്ടൻസിംഗ് യൂണിറ്റ് മുഴുവനും വെള്ളത്തിൽ മുക്കി ബബിളുകൾക്കായി കാത്തിരിക്കുക. ബബിളുകൾ വന്നാൽ റിപ്പയർ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. റീക്യാപ്പ്. ഈ ടോപ്പിക്കിൽ നമ്മൾ ഇവയെക്കുറിച്ചെല്ലാം അറിഞ്ഞു. വയർ മെഷ് ടൈപ്പ് കണ്ടൻസർ സർവീസ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും, പ്ലേറ്റ് ടൈപ്പ് എയർ കൂൾഡ് കണ്ടൻസർ സർവീസ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും, ഫിന്നുകൾ സ്ട്രെയിറ്റ് ചെയ്യാൻ, എയർ കൂൾഡ് കണ്ടൻസർ ഫ്ലഷ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും, കണ്ടൻസറിൽ ലീക്ക് ടെസ്റ്റ് നടത്താൻ, നിങ്ങൾക്കെല്ലാവർക്കും പലതരത്തിലുള്ള എയർ കൂൾഡ് കണ്ടൻസറുകൾ, മൈക്രോ ചാനൽ കണ്ടൻസറുകൾ എന്നിവയുടെ ക്ലീനിംഗ്, ഫ്ലഷിംഗ്, സർവീസിംഗ് കൂടാതെ ലീക്കേജ് ടെസ്റ്റിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ള പ്രോസസ്സും, എയർ കൂൾഡ് കണ്ടൻസറുകളുടെയും മൈക്രോ ചാനൽ കണ്ടൻസറുകളുടെയും ഫിന്നുകളിൽ നിന്നും ഡസ്റ്റ് നീക്കുന്ന പ്രോസസ്സും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്കിനി അടുത്ത സെഷനിൽ കാണാം.
ഗുഡ് ബൈ.